മോർണിംഗ്. ഞങ്ങൾ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10-11 മണിയായിട്ട് ഇപ്പോൾ സമയം ചെക്കൗട്ടാണ്. ഞങ്ങൾക്ക് ഈ ഹോസ്റ്റൽ അത്ര പറ്റിയില്ല. ലൈക്ക് സാധാരണ ഒരുപാട് ഹോസ്റ്റൽസ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് ഇയറിൽ പോർട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇതത്ര പറ്റിയില്ല ഫെസിലിറ്റീസ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. വേറൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയി ബാഗ് ലഗേജൊക്കെ വെച്ചിട്ട് എന്താണ് സിറ്റി ടൂർ എടുക്കണം. എന്നിട്ട് സ്കൂട്ടി റെൻറ്റിനെടുത്തിട്ട് റോം ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, ഭയങ്കര വിഷമാണ്. ഹോസ്റ്റലിൽ ശരിക്കും ഫെസിലിറ്റീസ് മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഇവിടുത്തെ ആംബിയൻസും ഒരു ക്രൗഡും പിന്നെ ഈ സ്ട്രീറ്റും ലൈക്ക് ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്ട്രീറ്റൊക്കെ അടിപൊളിയാണ്. ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. ഇന്നലെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഫെസിലിറ്റീസ് വൈസ് ഞങ്ങൾക്ക് റൂം അത്ര പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നടന്നു വന്ന സ്ട്രീറ്റാണ്. ഇവിടെ ഇങ്ങനെ വന്നു നല്ല വിശപ്പാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഞങ്ങളിവിടെ ഒരു ഹോസ്റ്റലാണ് കാര്യം, പക്ഷെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ കയറി. നല്ല ആംബിയൻസ് ആണ് അവിടെ, നല്ല വൈബാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ക്രാമ്പിൾഡ് എഗ്ഗും ബ്രെഡും ആണ്. പിന്നെ ഫ്രൂട്ട്സും ഉണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ ഒരു 500 മീറ്ററും കൂടെ നടക്കാനുണ്ട്. ഇതുണ്ടോ, ഇന്നലെ രാത്രി നമ്മൾ കണ്ട വാക്കിംഗ് സ്ട്രീറ്റ് ആണത്. ഇപ്പോഴും സ്ട്രീറ്റ് അത്ര ഓഫൊന്നുമല്ല, നല്ല ലൈവൊക്കെ തന്നെയാണ്. അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. വിൽക്കാൻ വെച്ചൊക്കെ ഞാൻ തോന്നണം. കുറേ വെജിറ്റബിൾസും ലീഫും ഒക്കെ ഉണ്ട്. ചക്കപ്പഴം കണ്ടില്ലേ, കാണാൻ പറ്റണ്ടോ? ചക്കപ്പഴമൊക്കെ റോഡിൽ ഇങ്ങനെ നിർത്തി വിൽക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഫൈനലി കുറേ നടന്ന് നമ്മൾ രണ്ടാമത് ബുക്ക് ചെയ്ത ഹോട്ടലിൽ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്. ഫോണിൽ വിളിച്ചാലാണ് ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറയണത്. അവിടെ ഫോൺ നമ്പറും സ്കാനറൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. ായിരുന്നു ഞങ്ങൾ അങ്ങനെ ഡോറൊക്കെ കീയും കാർഡൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്തു. തോന്നുന്നു നല്ലല്ലേ? ഇറ്റ്സ് എ ഗുഡ് റൂം. റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി മോട്ടോർ സൈക്കിൾ എടുക്കണം, മോട്ടോർ ബൈക്ക് എടുത്ത് റെൻറ്റിന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് എങ്ങനെയാണ്. വലിയ തിരക്കൊന്നുമില്ല പകലൊന്നും. ക്യാബിൽ കയറി അവിടെ ഇറങ്ങിട്ടോ, ബൈക്ക് റെൻ്റൽ കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ എല്ലാ സ്ഥലത്തും ഈസിലി അവൈലബിൾ ആണ് ബൈക്ക് റെൻ്റൽസ്. ഞങ്ങൾ ചുമ്മാ ഗൂഗിളിൽ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കി ഇറങ്ങിയതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഏത് സ്ട്രീറ്റിലും ഇഷ്ടംപോലെ സ്കൂട്ടി, മോട്ടോർ സ്കൂട്ടി ഫോർ റെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. സൈഗോൺ എന്ന് പറയുന്നത് ഹോച്ചിമിൻ സിറ്റിയുടെ വേറൊരു പേരാണ്. ഞങ്ങൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാട്ടോ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഭാഷയിൽ റിപ്ലൈ ചെയ്യും. ഞങ്ങൾ കാണിച്ചു തരാണ് ഏതാ വേണ്ടത്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, അതൊക്കെ അനസൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടി കയറി ഇവിടുത്തെ ഫേമസ് പോസ്റ്റ് ഓഫീസ്, ബുക്ക് സ്ട്രീറ്റ്, അങ്ങനെ ഒരു കത്തീഡ്രൽ, ഇതൊക്കെ ടുഗെദറാണ്, നിയർ ബൈ ആണ്. അപ്പോൾ അതൊക്കെ ഒറ്റയടിക്ക് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തിയേക്കാണ്. അവിടെ നോക്കുക, സ്ട്രീറ്റ് തന്നെയാണ് പക്ക നമ്മുടെ നാട്ടിലത്തെയൊക്കെ പോലെ തന്നെ സ്ട്രീറ്റിൽ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നു. കുറേ ടൂറിസ്റ്റ് വരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസിൻ്റെ മുഴുവനായിട്ടുള്ള വ്യൂ കേട്ടോ. സ്ട്രീറ്റ് കുറേ ഗസ്റ്റ് ഉണ്ട്.
പോസ്റ്റ് ഓഫീസിനകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രീ ഒക്കെ ഉണ്ട്. ഇതിനുള്ളിലും ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ, പോസ്റ്റ് ഓഫീസിനുള്ളിലും. സ്റ്റാമ്പുകളുണ്ടോ, വെറൈറ്റി സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പിന്നെ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ലെറ്റർ അയക്കണമെങ്കിൽ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യാം. സോ ലൈക്ക് ഇനി ഗ്രീറ്റിംഗ് കാർഡ്സ് വോട്ടെവർ സി ഇവിടെ കണ്ടോ ആൾക്കാർ എഴുതുന്നതുണ്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് ലെറ്ററൊക്കെ എഴുതി നാട്ടിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഞങ്ങൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു കാർഡ് വാങ്ങി. ഇതാണ് സ്റ്റാമ്പ് കേട്ടോ. ഈ സ്റ്റാമ്പിന് ഇത്രയും ഒരു സ്റ്റാമ്പിന് 30,000 വിയറ്റ്നാം ഡോളേഴ്സാണ്. ഞങ്ങൾ ലിയാമിനും ഹേസലിനും 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ കാർഡ്. ഈ അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യണം. ഇത് ലിയാമിന് അഡ്രസ്സൊക്കെ സെറ്റാണ്. ഇവർ പോസ്റ്റ് ചെയ്യുന്ന ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ മതി, അവർ പോസ്റ്റ് ചെയ്തോളും. അങ്ങനെ ഞങ്ങൾ ലിയാമിനും ഹേസലിനും കാർഡ് പോസ്റ്റ് ചെയ്തു ഫ്രം ഹോച്ചിമിൻ സിറ്റി കേട്ടോ. പഴയ ടെലഫോൺ ബൂത്താന്നൊക്കെ പറയപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കേ, കുറേ സോവനിയേഴ്സ് ഉണ്ട് കേട്ടോ വാങ്ങിക്കണമെങ്കിൽ. പിന്നെ കുറേ ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്പ്, ബുക്സും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല വിശക്കുണ്ട്. രാവിലെ ആ ബ്രെഡും സ്ക്രാമ്പിൾഡ് എഗ്ഗും കഴിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കത്തീഡ്രൽ ഉണ്ട്, പിന്നെ ഒരു ബുക്ക് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ രണ്ടിടത്തും കൂടിയാണ് ഇന്ന് പോകാനുള്ളത്. അപ്പം ഞങ്ങൾ ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ്. അതും വാക്കബിൾ തന്നെയാണ്, ഒരിടത്ത് പാർക്ക് ചെയ്താൽ മതി വണ്ടി. ജസ്റ്റ് ക്രോസ് ചെയ്യേണ്ട ഡിസ്റ്റൻസേ ഉള്ളൂ. ലൈക്ക് ഇറ്റ്സ് ഓൾ നിയർ ബൈ. ഓഫീസിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ്. പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കത്തീഡ്രലിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു വ്യൂ, മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. ഇവയിലൂടെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് നടക്കുക കേട്ടോ. റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ ഇട്ടിട്ട് കേട്ടോ. സിറ്റി ടൂറിൻ്റെ ബസ്സൊക്കെയാണ് കാണുന്നത്. കുറേ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോളാണ് കാണാൻ തോന്നിയത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ ഒരു മോളിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ സെർച്ച് ചെയ്ത ലൊക്കേഷൻ. അപ്പോൾ പിന്നെ അതിനകത്ത് കയറി. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. ഇതൊരു ബൊഫേ സെഷനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റോം ചെയ്തതാണ്, നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ വാങ്ങാമെന്ന് കരുതി. എനിക്കറിയില്ല ഇതിൽ ഏതൊക്കെ കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഐ എം വെരി ചൂസി ഇൻ ദിസ്. നോക്കാം. ഇപ്പോൾ സ്റ്റാറൊക്കെ തെളിഞ്ഞു. ഞങ്ങൾ ബുക്ക് സ്ട്രീറ്റിലേക്ക് നടക്കും കേട്ടോ. വഴി കണ്ടതാട്ടോ പല കളറിലെ റൈസ്. സി ഫ്ലവേഴ്സ് ഇരിക്കുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ റൈസാണ്. വാ, സോസേജ് കുക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ പോയി നമ്മുടെ നാട്ടില് മാങ്ങ ഉപ്പിലിട്ടതുപോലെ എന്തോ ഒരു പൗഡർ കേട്ടോ, ചില്ലിയും കൂടെ ചേർത്തിട്ടുള്ള പൗഡറാണ്. റൈപ്പ് പഴുത്ത മാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്. സത്യത്തിൽ ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് കുറേ സ്ഥലത്ത് പോയിട്ടോ. അപ്പോൾ എൻ്റെ പൊന്നെ, ഒരു സ്ഥലത്ത് ഫുഡും ഒന്നെങ്കിൽ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്, അതല്ലെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് വന്നിട്ട് ഈ സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞില്ലേ മാംഗോ എടുത്തു. ആ ചേച്ചി എന്താണ് അനുസരിക്കാനോടുള്ളത്
അതെ, എൻ്റെ സ്നേഹത്തോടെ ഒരു കുറച്ചുകൂടെ മാംഗോ പുള്ളിക്ക് കൊടുത്തെന്ന്. ഇത് ആ ചേച്ചിനെ കാണിച്ചു തരാട്ടോ. ഇരിക്കുന്ന ചേച്ചി ഉണ്ടോ, ആ ചേച്ചിയാണ് മാംഗോ വിൽക്കുന്നത്. അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കുകയാണ്. ഒരു ബോക്സിന്, അങ്ങനത്തെ ഒരു ബോക്സിന് $80,000 വിയറ്റ്നാം ഡോളർ. ഇവിടെ സ്കൂട്ടർ ഭയങ്കര കോമൺ ആണ്. ഞങ്ങൾ ഹയർ ചെയ്തിട്ടുള്ള സ്കൂട്ടർ വന്നപ്പോൾ പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആണ് സ്കൂട്ടറിനുള്ള. ഞങ്ങളുടെ സ്കൂട്ടർ അങ്ങനെ കയറി ഇതാ ഇത്രയും അകത്തെത്തി. ആ സ്കൂട്ടർ ഇവിടുത്തെ കെയർടേക്കർ പുറത്തോക്കി എടുക്കാനുള്ള കഷ്ടപ്പാടിലാണ്. അതിൻ്റെ ബാക്കിൽ 3 റോ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് പുറത്തിറക്കി തന്നു. ഇനി പാർക്കിംഗ് ഫീ കൊടുക്കണം. ചേഞ്ച് വേണോ? സിറ്റിയുടെ ബുക്ക് സ്ട്രീറ്റ് ആണ്. ഇവിടെ ഫുള്ള് ബുക്സ് ആണ് കേട്ടോ. ഞങ്ങൾ ലിയാമിന് പറ്റിയ ബുക്സ് ഉണ്ടോ നോക്കാനാണ് കയറിയത്. അറിയില്ല, കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു സ്ഥലത്തിരുന്ന് കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരാളുടെ. ജ്യൂസ് ഷോപ്പൊക്കെ ഉണ്ട്. കൂടുതലും വിയറ്റ്നാമി ലാംഗ്വേജ് ഉള്ള ബുക്സാന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് ബുക്സ് ഈസ് ഓൾസോ there. Time waster letters. Walking Dead, not to the wood body. ഇങ്ങോട്ട് നോക്കിയാലും ബുക്സ് മാത്രമേ ഉള്ളൂ. ലിയാമിന് വീഡിയോ കോൾ ചെയ്ത് അവന് ഇഷ്ടമുള്ള 2 ബുക്സ് വാങ്ങി. ഹൗ മച്ച്? 180,000. ഓക്കെ, ഞാൻ പേ ചെയ്യട്ടെ. ഇത് വിയറ്റ്നാമീസ് ഐസ്ഡ് കോഫിയാണ്. കോഫി വിത്ത് കണ്ടൻസ്ഡ് മിൽക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യാം. എന്ത് തിരക്കാന്നുണ്ടോ, റോഡിലൊക്കെ ഫുള്ള് തിരക്കാണ്. ഞങ്ങളൊരു സ്കൂട്ടിയിൽ സിഗ്നൽ വെയിറ്റ് ചെയ്യാം. ഞങ്ങളൊരു മോളിലേക്ക് പോകാൻ നിൽക്കണയാണ്. നല്ല ക്രൗഡാണ് റോഡിൽ, നല്ല ക്രൗഡ്. ചെയ്യുന്നത് ഒരു ഊഞ്ഞാലിലാട്ടോ. സൈഗൺ സെൻട്രൽ മാളിൻ്റെ 6th ഫ്ലോറിൽ ടെറസ് ഗാർഡനാണത്. എന്താ പറയുക, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല കാറ്റുണ്ട്, പിന്നെ കുറച്ച് ലൈറ്റ് മ്യൂസിക്കൊക്കെ കേൾക്കാം. പിന്നെ കഫേ ഉണ്ട് ഇവിടെ. ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം. കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെയാണ് ഇരുന്നത്. റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം, ടൗണിൻ്റെ നടുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു റൂഫ് ടോപ്പ്. സത്യം പറഞ്ഞാൽ ഈ റൂഫ് ടോപ്പിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലിയും പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ലിയാമിന് ഹേസലിനെ മിസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ പറയാമായിരുന്നു, ഇനി ഒരു ലോങ് ട്രിപ്പ് എടുക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ ഒത്തിരി ദിവസത്തേക്കൊന്നും എടുക്കണ്ട, ഒരു ജസ്റ്റ് 2 to 3 days അല്ല മാക്സിമം പോയാൽ 4 ദിവസം അങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പോയാൽ മതി. പിള്ളേരെ ഇട്ടിട്ട് ഒത്തിരി ദിവസം മാറി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു മാനസിക പ്രശ്നമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ടെറസ് ഗാർഡൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച ദൂരത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് നല്ല രസമല്ലേ, ക്രിസ്മസിൻ്റെ ഡെക്കറേഷനാണ്. സൈഗൺ സെൻറ്റർ മാൾ, വെരി ക്രിസ്മസ്, ബ്യൂട്ടിഫുൾ റൈറ്റ്. കുട്ടികളൊക്കെ ഓടി കളിക്കുന്ന കാണുമ്പോൾ ശരിക്കും പിള്ളേരെ മിസ് ചെയ്യും. മോളിനകത്ത് ഞങ്ങൾ കയറിയതാട്ടോ. റൂഫ് ടോപ്പ് ഗാർഡനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഫുഡ് കോർട്ടുകളാണ്. ഓത്തൻറ്റിക് തായ്, കൊറിയൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. സൂഷി. ഞങ്ങൾ ചുമ്മാ കുറച്ച് ഇതിലേക്കൂടെയൊക്കെ റോം ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം
ഇനി എന്താണ് ഞങ്ങൾക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കണം. കാരണം നേരത്തെ കണ്ടതല്ലേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് കഴിഞ്ഞ് ലഞ്ചൊന്നും കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും കോഫിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കണം എന്നുള്ളൊരു പ്ലാനാണ്. നോക്കട്ടെ. ഞങ്ങൾ പെട്രോൾ പമ്പിൽ വന്നതാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പെട്രോൾ പമ്പ് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയുള്ളൊരു പോണ്ടാണ്. കുറേ ഫാമിലിയൊക്കെ ചുമ്മാ ഗ്യാദർ ചെയ്യാൻ വന്നിരുന്നിട്ട് പിള്ളേരൊക്കെ ആളുകൾ ഗ്യാദർ ചെയ്യുന്നൊരു ഏരിയ ആണ്. ക്രിസ്മസ് പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുണ്ടല്ലോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ട് വളരെയധികം സഫർ ചെയ്ത 1-2 കാര്യങ്ങളിൽ ഒന്നാണ് എല്ലായിടത്തും കാർഡ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. 2 ഫുഡ് എല്ലാ സ്ഥലത്തും നമുക്ക് പറ്റുന്ന ഫുഡ് അവൈലബിൾ അല്ല. പിന്നെന്താണ് ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കൺട്രിയിലും അതിൻ്റേതായ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ എന്നുള്ളതാണ്. കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ കയറിയത് ഒരു വീഗൻ റെസ്റ്റോറൻ്റ് ആയിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ വെജിറ്റേറിയൻ ഒരു പാസ്ത വിത്ത് ചീസ് ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ ഇത് കഴിക്കണം, നേരെ റൂമിൽ പോകണം. ഞങ്ങൾ റൂമിൽ കയറിയൊന്നുമില്ല, ഞങ്ങൾ പിന്നെയും അതിൻ്റെ ഇതിലേക്ക് കുറേ റോം ചെയ്തു. എന്നിട്ടിപ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു ചെറിയ കട, അവിടെ കബാബ് കിട്ടും, അങ്ങനെ വന്നു. ഇവിടെ ചിക്കൻ റോള് 50K, ബീഫ് റോള് 70K. ഇനി ഞങ്ങൾ റൂമിൽ കയറാൻ പോകട്ടോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.